നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചുമ്മാ ഇരുന്ന് ഓട്ടോ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വിചാരിച്ച് പണിയൊന്നുമില്ല, പണിയൊക്കെ വളരെ കുറവാണ്. ഇരിക്കുന്ന സമയത്ത് വിചാരിച്ച് ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ഇവിടെയുള്ള കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ച് അങ്ങനെ പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് നിന്ന് പുറത്തിറങ്ങി, നമ്മളെ വണ്ടി ഇവിടെയാണ് കേട്ടോ ഇടുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ പൊതുവിതരണ കേന്ദ്രമാണ്, റേഷൻ കട. നമ്മൾ വണ്ടി ഇവിടെയാണ് ഇടുന്നത്. അപ്പം അരിയെല്ലാം കൊടുത്ത് തീർന്നുകൊണ്ട് തന്നെ പണിയൊക്കെ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചുമ്മാ ഇരിക്കുമ്പം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് എടുക്കുന്നതാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയൊരു കടയാണ് കേട്ടോ, സിനിയേച്ചിയുടെ കട എന്ന്. സിനിയേച്ചി എന്നാണ് ഇവിടുത്തെ ചേച്ചീൻ്റെ പേര്. ചെറിയ കടയാണ്, ചായ കടി അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ പലചരക്ക് സാധനങ്ങൾ, അത്യാവശ്യം ചെറിയൊരു കടയാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ ഇവിടെ ഓരോ ജംഗ്ഷനിൽ ഓരോരോ വെറൈറ്റി പേരുകളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം. വെറൈറ്റി പേരാണ്, അത് വന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ട ഈ ജംഗ്ഷൻ്റെ പേര് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ജംഗ്ഷൻ്റെ പേര് കൈതത്തോട് എന്നാണ്. ഈ കൈതത്തോട് എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തോടുണ്ട്. ഇപ്പോൾ തോടില്ലാതെ റോഡാണ് കേട്ടോ. ആ റോട്ടിൽ കൂടെയാണ് തോട് ഒഴുകുന്നത്. ഇത് കണ്ട, ആ കാണുന്നത് ഒരു തോടാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒരു കലുങ്കാണ് ഈ കാണുന്നത്. അപ്പം ഈ പേര് വരാൻ കാരണം ഇതിനു മുന്നേ അവിടെ മേലെ കുറേ അങ്ങോട്ട് കാണുന്നത് റബ്ബർ തോട്ടാണ്. ആ റബ്ബർ തോട്ടം മൊത്തം നിറച്ച് അതൊരു കാടായിരുന്നു. ആ കാട് മുറിച്ച് എന്നാ പൈനാപ്പിൾ വെച്ച് അതിൻ്റെ കൂടെ റബ്ബർ വെച്ച് ഇപ്പം റബ്ബർ പൊന്തിയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പൈനാപ്പിൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കൈതത്തോടെന്ന് പേര് വന്നത്. അപ്പോൾ ഈ ജംഗ്ഷന് കൈതത്തോടെന്നാണ് പറയുന്നത്. മൊത്തത്തിൽ പറയുന്നത് 7-ാം ബ്ലോക്ക് എന്നാണ് കേട്ടോ. ഫാമിലെ ഒരു ബ്ലോക്കാണ് 7-ാം ബ്ലോക്ക്. അങ്ങനെ ഈ സ്ഥലത്തിന് കൈതത്തോടെന്ന് പേര് വന്ന്. പിന്നെ ഈ കാണുന്നത് ഞങ്ങളുടെ ഇവിടെയുള്ള പിള്ളേർ കളിക്കുന്ന ചെറിയൊരു ഗ്രൗണ്ടാണ്. ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അതേപോലെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഷട്ടിൽ കോർട്ട് പോയി. ഇപ്പോൾ ഇവിടെ പിള്ളേർ ത്രീസാണ് കളിക്കുന്നത്. അതിൻ്റെ പോസ്റ്റാണ്, അതെല്ലാം മറിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും പിള്ളേർ വൈകുന്നേരം ആകുമ്പോഴത്തേനും വരും, കളിക്കും. പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച സിനിയേച്ചിയുടെ ചായക്കട. ചേച്ചി അവിടെ ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ റേഷൻ കട. ഇവിടെ 3-4 വണ്ടി കിട്ടും കേട്ടോ. ഞാൻ മാത്രമല്ല ഓടുന്നത്, വേറെ ഉണ്ട്. അവരെല്ലാവരും വേറെ ഏതോ ഓട്ടത്തിന് പോയിരിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ വേറൊരു സ്ഥലം കാണിച്ചു തരാം. അതൊരു പാലമാണ് കേട്ടോ. ആ പാലം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. നമ്മൾ ആ പാലത്തിന് അങ്ങോട്ടേക്ക് എത്തി. വെയിലിട്ടുണ്ട് കേട്ടോ, നല്ല വെയിലാണ്. വൈകുന്നേരം ആയില്ല. അപ്പോൾ അന്നേരത്തിന് സൂര്യൻ കറക്റ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടിച്ചുകൊണ്ടിരിക്കുക. ഈ പാലം എത്തി. ഈ പാലം കാണിച്ചു തരാം. അതായത് നമ്മളെ വീഡിയോയിൽ ഫസ്റ്റ് എന്നാ വർഷങ്ങൾക്ക് ശേഷം സിനിമയില്ലേ, ആ സിനിമയിലൊരു ഫസ്റ്റ് പാട്ടിൽ നമ്മളൊരു വീഡിയോ ചെയ്തില്ലേ, അതിൻ്റെ ലൊക്കേഷനാണിത്. ഇവിടെ വെച്ചിട്ടാണ്. അതിൽ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ തള്ളി താഴേക്ക് ഇടുന്നൊരു സീനുണ്ട്, അതെടുത്തത് ഇവിടെ നിന്നാണ്. പിന്നെ അതേപോലെ അവൻ താഴെ കിടക്കുന്നത് കാണിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അന്നേരം ഇതിനകത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വേനലായതുകൊണ്ട് വെള്ളമെല്ലാം വറ്റി. ഇതാണ് ആ ഒരു ലൊക്കേഷൻ. പിന്നെ ലാസ്റ്റ് അവനിവിടെ നിന്നിച്ചിട്ട് ഈ മാഞ്ഞു പോകുന്ന രീതിയിലൊരിത് ചെയ്തത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ആ ലൊക്കേഷൻ. അതുകൊണ്ട് ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കുമ്പോൾ പറയാറ് ജ്ഞാപകം പാലം എന്നാണ്. അതായത് ആ പാട്ട് അങ്ങനെയാണല്ലോ, അതുകൊണ്ട് അങ്ങനെയാണ് ഇത് പറയുന്നത്. പിന്നെ ഇതിലെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷനില്ലേ, അതായത് നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഇതാണ് ഞങ്ങളുടെ ലൊക്കേഷൻ. നമ്മൾ വെള്ളം വിടാൻ പോയില്ലേ, ആ വീട് എൻ്റെ അളിയൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് എത്താം. നമുക്ക് ചുമ്മാ ഒന്ന് അങ്ങോട്ടേക്ക് നടന്നു വരാം. അവരവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. അവൻ ഓടാൻ പോയിട്ടുണ്ടാവും, അവനും ഓട്ടോക്കാരൻ തന്നെയാണ്. അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള വീഡിയോയെല്ലാം എടുത്തിരുന്നത്. ഒരാൾ അവൻ്റെ വൈഫാണ്, ഒരാൾ എൻ്റെ വൈഫും, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് നോക്കാം, ഒന്ന് അവിടം വരെ ചുമ്മാ ഒന്ന് നടന്നു നോക്കാം. പിന്നെ അതേപോലെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ മിക്കതും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇത് പട്ടയം കൊടുത്തിട്ടും, പട്ടയം അതായത് പുനരധിവാസ മേഖലയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പട്ടയം കൊടുത്തിട്ടും ആൾക്കാർ വന്ന് നിൽക്കാത്ത സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ കൊടുത്ത സ്ഥലങ്ങളും വന്ന് നിൽക്കാത്തതും കാട് പിടിച്ച് കിടക്കുന്നതൊക്കെയാണ്. പിന്നെ വഴിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓവർ സീനില്ല, കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ മൃഗങ്ങളുടെ ശല്യം എല്ലാ തവണയും കൂടിക്കൂടി വരുന്നല്ലാതെ കുറയുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മളിങ്ങോട്ട് നടന്നിങ്ങനെ അവരെ നോക്കി ഇങ്ങോട്ട് വന്ന കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്നത് കണ്ട അവരെ വീട്ടിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളം എടുക്കാൻ പോയില്ലേ, ആ വഴി തന്നെയാണ്. ആ പൈപ്പെല്ലാം കൂടി മൊത്തം ആന വലിച്ച് പറിച്ച് ഇട്ട്
കെട്ടിയിട്ട് ഫുള്ള് സീനാക്കിയിട്ടുള്ളത്. മിക്കവാറും ഇത് ഇവർ വെള്ളം വിടാൻ വന്നതായിരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ ആവാനാണ് ചാൻസ്. ഇവരിവിടെ ഇങ്ങും കാണുന്നില്ല. ഇനിയിപ്പം ഇങ്ങോട്ടല്ലേ വന്നത്. ഇത് മൊത്തം പൈപ്പെല്ലാം നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഇതുണ്ട്, ഇതെല്ലാം ഫുള്ള് വലിച്ചു പറിച്ചിട്ട് ഇനി ഇതൊക്കെ എപ്പോൾ ഇട്ടിട്ട് നേരെയായിട്ട് വെള്ളം വരാനാണോ ഇവർ? ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ പോയ സ്ഥലം തന്നെ കേട്ടാ. നമ്മൾ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നെത്തിയതാണ്ട്. ഇതെല്ലാം മൊത്തം ആന നശിപ്പിച്ച് കളഞ്ഞതാണ് പൈപ്പ് ഇട്ടേക്കുന്നത്. ഇതെല്ലാം വലിച്ചു പറിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം ഇവന്മാരെന്താണ് പരിപാടി. 2-3 പേരുണ്ട്. അവരവിടുന്ന് വരുന്നുണ്ട്. വെള്ളം വിടാൻ പോയിട്ട് വരുന്നവരോ ആണെന്ന് തോന്നുന്നു. എന്തായി? ഇവളെ എടുത്തിട്ടാണോ വെള്ളത്തിന് പോയത്? രാവിലെ വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ പനിയാണെന്ന് പറഞ്ഞ ടീമാണ് ഇപ്പോൾ പോസം പിടിച്ചുകൊണ്ട് വെള്ളത്തിന് പോയിട്ട് നടക്കുന്നുണ്ട്. പോയത് വെറുതെ ആയി. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ വെള്ളം വിട്ടിട്ടാണ് പോയത്. പക്ഷെ ഇത്രയും പേര് പോയിട്ട് വെള്ളം വിടാതെ വരുന്നതുണ്ട. അങ്ങനെ വെള്ളം വിടാൻ പോയിട്ട് വെള്ളം വിടാതെ തിരിച്ചു വരുന്ന 4 പേരെയാണ് നിങ്ങൾ കാണുന്നത്. പൈപ്പെല്ലാം മൊത്തം പറിച്ച് അലമ്പാക്കിയിട്ടിട്ടുണ്ട്. അവന്മാർ വെള്ളം വിടാൻ പോയി, വെള്ളമൊന്നും വന്നില്ല. ആന മൊത്തം പൈപ്പെല്ലാം കൂടി വലിച്ചു പറിച്ച് കളഞ്ഞുകൊണ്ട് ഇന്ന് ഇവർക്ക് വെള്ളമില്ല. ഇനിയിപ്പം വണ്ടിക്ക് അപ്പുറം എവിടുന്നേലും കിണറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വന്നിട്ട് വേണം. ഇവളിവിടെ ചോറും കറിയൊക്കെ വെക്കണമെങ്കിൽ. വന്നിട്ട് ഇതാ മടുത്തിട്ട് നടന്ന് മടുത്തിരിക്കുന്നത് കണ്ടോ. ഒരു ചെറുതും കൂടെ പോയായിരുന്നു. കുഞ്ഞുസേ ഒരു ഹായ് പറഞ്ഞേ. കുഞ്ഞുച്ചേ ഒരു ഹായ് പറ. ഹായ് പറഞ്ഞേ. ഹായ് പറ. ഓ കുഞ്ഞൂസെല്ലാം നടന്ന് മടുത്തിരിക്കുക. കുഞ്ഞൂസ് നടന്നിട്ടല്ല, കരഞ്ഞു മടുത്തുന്ന്. ഒരു ഹായ് പറ കുഞ്ഞൂസേ. കുഞ്ഞൂസ് ഹായ്ക്ക് പകരം പാട്ടൊക്കെ പാടി തരുന്നുണ്ട്. കുഞ്ഞൂസ് എന്നാ പറ്റിയേ? എന്തോ പരാതി പറയാൻ വരുമോ? എന്നാ പോയോ? അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ അതിൽ ഇവളുടെ അമ്മ പിള്ളേർക്ക് ട്യൂഷൻ സെൻറ്ററിൽ പിള്ളേർക്ക് കടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയി. സമയം പോയി. അപ്പോൾ തിരക്കിട്ട് ഓടി. അതുകൊണ്ടുള്ള കരച്ചിലാണ്. കുഞ്ഞുസ് ഒരു കായ് കൊടുത്തേ. ഒരു കായ് പറഞ്ഞേ. അയ്യോ അമ്മ പോയോ? അമ്മ ഇപ്പോൾ വരുവേ. അങ്ങ് പോയോ? അതാരാ വരുന്നേ? മഹേഷ് മാമൻ വരുന്നുണ്ടോ? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ വീഡിയോകൾ പുതിയ കണ്ടന്റുകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ. ഇനി പുതിയ വീഡിയോ കാണുന്നവരിക്കും ടാറ്റാ, ബൈ ബൈ.